പുതിയ സ്റ്റീം അയണിംഗ് ബോക്സ് വാങ്ങി, പക്ഷെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇത് വളരെ എളുപ്പം കേടുവരുന്നു എന്നും പലരും പറയാറുള്ള കാര്യമാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ശരിയായ രീതിയിലുള്ള ഉപയോഗം അത് നമുക്ക് നോക്കാം. സ്റ്റീം അയണിൽ രേഖപ്പെടുത്തിയതിലും അധികം വെള്ളം ഒരിക്കലും നിറക്കാതിരിക്കുക. വസ്ത്രങ്ങളുടെ തരം നോക്കി സ്റ്റീം ക്രമീകരിക്കുക. ഫാൻസി വർക്കുള്ള സാരികളും മറ്റ് ഡ്രസ്സുകളും ഹാങ്ങറിൽ തൂക്കിയിട്ട് സ്റ്റീം ചെയ്യുക. നിശ്ചിത ഇടവേളകളിൽ ഡിസ്കൈലർ ഉപയോഗിച്ച് ടാങ്ക് ക്ലീൻ ചെയ്യുക. പ്രീഹീറ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങുക. അയൺ ചെയ്തു കഴിഞ്ഞാൽ സോൾട്ട് പ്ലേറ്റിന്റെ അടിവശം വൃത്തിയാക്കുക. സ്റ്റീം അയണിൽ എപ്പോഴും ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും കിണർ വെള്ളം ഉപയോഗിക്കരുത്. അയൺ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് കളഞ്ഞ് സ്റ്റീം ബട്ടൺ പ്രസ് ചെയ്ത് ഇതിലെ ജലാംശം മുഴുവനായും ഡ്രൈ ആക്കിയ ശേഷം അടപ്പ് തുറന്നു വച്ച് പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രം മൂടി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റീം അയണിംഗ് ബോക്സുകൾ കേടുവരാതെ ദീർഘകാലം സൂക്ഷിക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട. താങ്ക്